LDF ഭരണത്തിൽ ആലപ്പുഴയിൽ വെച്ച് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസന്വേഷണം അട്ടിമറിച്ച ADGP MR അജിത് കുമാറിന്റെ തൊപ്പി തെറിപ്പിച്ചിരിക്കുകയാണ് SP ആയ ഷൗക്കത്ത് അലി. ഈ ഉദ്യോഗസ്ഥന്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് അജിത് കുമാറിന് ഇത്രയും പെട്ടെന്നൊരു നടപടി വാങ്ങി നൽകിയത്. UDF സർക്കാർ അധികാരമേറ്റ മെയ് 18-ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ പ്രഖ്യാപിച്ചത്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘം. വിശദമായ പുനരന്വേഷണം നടത്തി ജൂൺ 20-ഓടെ SIT സംഘം റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചു. അത് 20 ദിവസത്തോളം കയ്യിൽ വെച്ച ശേഷം കൂടുതൽ വ്യക്തത തേടി SITക്ക് മടക്കി നൽകുകയാണ് പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ചെയ്തത്. അത് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്ന വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയും സർക്കാരും ആ പഴി കേൾക്കേണ്ടി വന്നു. എന്നാൽ ഷൗക്കത്ത് അലിക്ക് മറ്റു ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾക്കകം DGP ഉന്നയിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തി കേസട്ടിമറിയിൽ അജിത് കുമാറിനുള്ള പങ്ക് കൃത്യമായി തെളിയിക്കുന്ന വിവരങ്ങൾ ചേർത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു. ഷൗക്കത്ത് അലി എന്ന SPയുടെ ചടുലമായ നീക്കങ്ങളാണ് ആ മണിക്കൂറുകളിൽ കണ്ടത്. തന്നിൽ UDF സർക്കാർ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും കാത്തുസൂക്ഷിച്ചു ഷൗക്കത്ത് അലി. ആദ്യം നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേര് പരാമർശിക്കാതെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ടിൽ MR അജിത് കുമാർ എന്ന പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഷൗക്കത്ത് അലിയുടെ ഈ നീക്കം സത്യത്തിൽ DGPയെയാണ് ഞെട്ടിച്ചത്. ഇത്ര പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും റവാഡ ചന്ദ്രശേഖറിന് ഉണ്ടായിരുന്നില്ല. പിന്നീട് തനിക്കും കാലതാമസം വരുത്താൻ കഴിയില്ലെന്ന ബോധ്യം DGPക്കുണ്ടായി. അതോടെ ബുധനാഴ്ച വൈകിട്ട് സർക്കാരിന് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് മാത്രം ശുപാർശ ചെയ്ത് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി. പിന്നീട് മുഖ്യമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രിയുടെ ചർച്ച. ഇതിൽ അജിത് കുമാർ ചെയ്തത് ഗുരുതര കൃത്യവിലോപമാണെന്നും ശക്തമായ നടപടി വേണമെന്നുമുള്ള വികാരം ഇരുവരും പരസ്പരം പങ്കുവച്ചു. അങ്ങനെ സസ്പെൻഷൻ എന്ന തീരുമാനത്തിലേക്കെത്തി. ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനത്തിൽ VD സതീശൻ ഒപ്പിട്ടതോടെ മുഖ്യമന്ത്രി അധികാരമേറ്റ ദിനത്തിൽ പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥ്യമായി. ഞങ്ങളുടെ കുട്ടികളുടെ കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അജിത് കുമാറിനെതിരായ നടപടി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു വേണമെന്ന നിർബന്ധം സർക്കാരിനുണ്ടായിരുന്നു. കാരണം നടപടിക്കെതിരെ അജിത് കുമാർ നിയമപോരാട്ടത്തിന് പോയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകരുത്. കോൺഗ്രസ് നേതാക്കളുടെ കേസായതിനാൽ സർക്കാർ അനാവശ്യ ഇടപെടൽ നടത്തിയെന്ന രാഷ്ട്രീയ വിമർശനത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് UDFും അജിത് കുമാറിനെ രക്ഷിക്കുകയാണെന്ന മാധ്യമ വാർത്തകൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായി പ്രതികരിച്ചത്. എന്തായാലും സസ്പെൻഷൻ നടപടിക്കെതിരെ അജിത് കുമാർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് അജിത് കുമാർ ഒരുങ്ങുന്നത്. CATയിൽ നിന്ന് തനിക്ക് അനുകൂലമായി വിധി നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ദിവസങ്ങൾക്കപ്പുറം തന്റെ തൊപ്പിയിൽ ചാർത്തേണ്ടിയിരുന്ന DGP എന്ന പൊന്തൂവലാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാകാൻ പോകുന്നത്. ഈ മാസം 31-നാണ് DGP പദവിയിൽ നിന്ന് നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. ഒഴിവ് വരുന്ന ആ DGP സ്ഥാനത്തിന് നിലവിലെ സീനിയോറിറ്റി വെച്ച് അജിത് കുമാറാണ് അർഹൻ. പക്ഷേ നടപടി നിലനിൽക്കുന്നതിനാൽ അത് കൈവിട്ടു പോകും. പകരം അടുത്ത സീനിയറായ ഉദ്യോഗസ്ഥനാണ് സ്ഥാനക്കയറ്റം ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിലവിലെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദമുയർത്തി നേരിടാനാണ് അജിത് കുമാറിന്റെ ശ്രമം. മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ CATയിൽ നിന്ന് അജിത് കുമാറിന് ആശ്വാസം ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സർക്കാരും അജിത് കുമാറും തമ്മിലുള്ള നിയമ പോരാട്ടങ്ങൾക്കാകും വരും ദിവസങ്ങൾ വേദിയാവുക.